മൂന്നാം ക്ലാസ് പരിസര പഠനം വൃത്തി നമ്മുടെ ശക്തി. ഇന്നത്തെ വർക്ക്ഷീറ്റ് നോക്കാം. പ്രവർത്തനം 1 ഇതായിരുന്നു. സ്മൈലി നൽകാം. ചില സാഹചര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അനുയോജ്യമായ സ്മൈലി നൽകൂ. വൃത്തിയുള്ള സാഹചര്യത്തിന് ചിരിക്കുന്ന സ്മൈലിയും വൃത്തിയില്ലാത്ത സാഹചര്യത്തിന് ചിരിക്കാത്ത സ്മൈലിയാണ് നൽകേണ്ടിയിരുന്നത്. സാഹചര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു, വീടും പരിസരവും വൃത്തിയാക്കിയിരിക്കുന്നു, മലിനജലം കെട്ടിക്കിടക്കുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു, കിണറും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഇതായിരുന്നു ആദ്യത്തെ ആക്ടിവിറ്റി. ഇതിൽ വൃത്തിയുള്ള സാഹചര്യങ്ങൾക്ക് ചിരിക്കുന്ന സ്മൈലിയും വൃത്തിയില്ലാത്ത സാഹചര്യത്തിന് കരയുന്ന സ്മൈലി, വിഷമിച്ചിരിക്കുന്ന സ്മൈലിയാണ് നമ്മൾ നൽകേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം ഡ്രൈ ഡേ കുറിച്ചായിരുന്നു. ഡ്രൈ ഡേ കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നു. അതിനുശേഷം അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് പ്രവർത്തനം 2. എന്താണ് ഡ്രൈ ഡേ? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നുവെന്ന് നമുക്കറിയാം. 8 ദിവസം കൊണ്ട് കൊതുകുകൾ പൂർണ്ണ വളർച്ചയിലെത്തുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ ചിരട്ട, ഉപേക്ഷിച്ച പാത്രങ്ങൾ, ടയർ, കുപ്പി, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ഇവയിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഓരോ 7 ദിവസം കൂടുമ്പോഴും ഇവയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം മറിച്ച് കളയണം. ഇങ്ങനെ കൊതുകുകൾ വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാം. നമ്മുടെ വിദ്യാലയങ്ങളിലും വീടുകളിലുമൊക്കെ നടത്തുന്ന ഈ പ്രവർത്തനമാണ് ഡ്രൈ ഡേ. മൂന്നാമത്തെ പ്രവർത്തനമായിരുന്നു എന്തെല്ലാം രോഗങ്ങൾ, ജലത്തിലൂടെ പകരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതെല്ലാം? വയറിളക്കം, വയറുകടി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളാണ് ജലത്തിലൂടെ പകരാൻ ഇടയുള്ളത്. പ്രവർത്തനം 4 പാനീയ ചികിത്സ. നിർജ്ജലീകരണം തടയാനായി നാം പാനീയ ചികിത്സ ചെയ്യാറുണ്ട്. എന്തൊക്കെ പാനീയങ്ങളാണ് നിർജ്ജലീകരണം തടയാൻ നാം ഉപയോഗിക്കുന്നത്? എന്തൊക്കെയായിരുന്നു? ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം. കൂടാതെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ORS മിശ്രിതം തിളപ്പിച്ചാറിയ 1 ലിറ്റർ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും ചെയ്യാം. 5ാമത്തെ പ്രവർത്തനം ORS മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം? ORS മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒരു കുറിപ്പ് എഴുതൂ. ടീച്ചർ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ഇടുക. അത് നന്നായിട്ട് അലിയിച്ച ശേഷം രോഗിക്ക് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അത് നിർജ്ജലീകരണത്തിനെ തടയാൻ സഹായിക്കും. 6ാമത്തെ പ്രവർത്തനം രോഗങ്ങൾ തടയാം. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? എന്താണ് 1ാമത്തെ പോയിന്റ്? തിളപ്പിച്ചാറ്റിയ ജലം മാത്രം കുടിക്കുക. കുടിക്കാൻ ശുദ്ധജലമോ തിളപ്പിച്ചാറിയ ജലമോ ഉപയോഗിക്കുക. പിന്നീട് മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. നമ്മുടെ വീടിൻ്റെ പരിസരത്തായാലും ജലസ്രോതസ്സുകളുടെ അടുത്ത് തന്നെയായാലും മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. മലിനജലം കെട്ടിക്കിടന്നാൽ അവിടെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യതയുണ്ടാകും. തുറന്നു വെച്ചതോ പഴകിയതോ ആയ പാനീയങ്ങൾ കുടിക്കരുത്. കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ജലം ജീവാമൃതം പഠിച്ചിരുന്നു അല്ലേ? ജലസ്രോതസ്സുകൾ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്നും അതിന് ആൾമറ കെട്ടണമെന്നും അല്ലെങ്കിൽ അഴുക്കും മറ്റും അതിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ടെന്നും അതിന് പുറത്ത് ഒരു വല വാങ്ങിച്ച് ഇടുകയാണെങ്കിൽ അതിൽ മുകളിൽ നിന്നുള്ള പക്ഷികളുടെ കാഷ്ടവും അവർ കൊണ്ടിടുന്ന അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന മരങ്ങളുടെ പഴങ്ങളും ഇലകളും ഒക്കെ അതിൽ വീഴാതെ ഈ പുറത്തൊരു വല ഇട്ടിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്ന് നടന്ന പഠന പ്രവർത്തനങ്ങൾ. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.